പ്രവാസികളുടെ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ശനിയാഴ്ച അവധി ആയതുകൊണ്ട് ഉത്രാടപ്പാച്ചിലിന് കുറച്ചുകൂടെ കരുത്തു കൂടിയിട്ടുണ്ട്. ഇത് കിസൈസ്, ദുബായ് കിസൈസ് ലുലുവിലെ തിരക്കാണ്. ഇതുപോലെ തന്നെയാണ് ഷോപ്പിംഗ് മാളുകളിലും മറ്റ് ഷോപ്പിംഗ് മാളുകളിലാണെങ്കിലും അതോടൊപ്പം തന്നെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ആണെങ്കിലും വലിയ തയ്യാറെടുപ്പ്, ഓണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. ഇത്തവണ അവധി ദിവസം ഓണം എത്തിയിരിക്കുന്നു എന്നുള്ള വലിയ സന്തോഷം മലയാളികൾക്ക്, എല്ലാ ഓണം ആഘോഷിക്കുന്നവർക്കും ഉണ്ട്. നബിദിനത്തിൻ്റെ അവധിയുണ്ട്, ഞായറാഴ്ചയുടെ അവധിയുണ്ട്. ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. ഏതായാലും ഉത്രാടപ്പാച്ചിലിൻ്റെ ഈ തിരക്ക് നമുക്ക് എല്ലായിടത്തും ഇതുപോലെ കാണാൻ കഴിയും. പച്ചക്കറികളാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ സദ്യയ്ക്ക് വേണ്ടുന്ന മറ്റ് സാധനങ്ങൾ, പായസത്തിന് വേണ്ടുന്ന മറ്റ് സാധനങ്ങളെല്ലാം തന്നെ ഒരുക്കാനുള്ള തയ്യാറെടുപ്പ് എല്ലായിടത്തും ഉണ്ട്. ഷോപ്പിംഗ് മാളുകളിൽ പച്ചക്കറികളും അല്ലെങ്കിൽ വസ്ത്രങ്ങളും ഒക്കെ വാങ്ങാനുള്ള ഈ തിരക്ക് പോലെ തന്നെയാണ് നമ്മൾ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ കാണുന്ന തിരക്ക്. അവിടെ ഓണസദ്യ ബുക്ക് ചെയ്യാനുള്ള തിരക്കാണ്. 25 ദിർഹം മുതൽ അങ്ങ് മുകളിലേക്ക് 60 ദിർഹം വരെയൊക്കെയാണ് ദുബായിലെ ഓണസദ്യയുടെ ചെലവ്. ഏതായാലും പ്രവാസികൾ അങ്ങനെ ഒരുമിച്ച് ഒത്തുകൂടി സദ്യ ഉണ്ടാക്കുന്നവരുമുണ്ട്. പക്ഷെ കൂടുതൽ പേരും ഇതേപോലെ ഹോട്ടലുകളിൽ നിന്നും സദ്യ ബുക്ക് ചെയ്ത് വരുത്തിയാണ് ഓണം ആഘോഷിക്കുന്നത്. എല്ലാ സാധനങ്ങളൊക്കെ ആയോ? പൂവ് പല സ്ഥലത്തുനിന്നായിട്ട് ഓടി നടക്കുന്നുണ്ട്. ഒന്നും ഫുള്ളും ഉണ്ടായിരുന്നില്ല. അപ്പൊ വന്ന് കൊണ്ടുവന്നിടുമ്പോ തന്നെ എല്ലാവരും എടുത്തിട്ട് പോകണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ കളേഴ്സ് വരുന്നത് അങ്ങനെ ഫുള്ളായിട്ട് എടുക്കണമായിരുന്നു. ഒരുമയുടെ ഓണം അത് പ്രവാസികളാണ് ശരിക്കും ആഘോഷിക്കുന്നത്. പല നാടുകളിൽ നിന്നുമുള്ള ആളുകളുണ്ട്, അറിയാത്ത ആളുകൾ, ബന്ധുക്കളല്ലാത്ത ആളുകൾ, പക്ഷെ അവരാണ് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടുകാർ. അങ്ങനെ പല നാടുകളിൽ നിന്നുമുള്ളവർ, ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ, കൂട്ടുകാരൊക്കെ ഒരുമിച്ച് ഓണം ആഘോഷിക്കുകയാണ്. അതിൻ്റെ തയ്യാറെടുപ്പാണ് ഈ കാണുന്നത്. ഉത്രാടപ്പാച്ചിൽ ഗൾഫ് രാജ്യങ്ങളിലും തകൃതിയാണ്. ദുബായ് കിസൈസിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി.